ഇനിയിപ്പോൾ കുറേ കാലമായിട്ട് കേരളത്തിലേക്ക് വരാറില്ല. ഇപ്പം എവിടേക്കാണ് നമുക്ക് നോക്കാൻ വേണ്ടി നോക്കണോ? വരട്ടെ. ഇത് ഞാൻ തന്നെയാണോ? ഈ ഞാൻ എവിടെയായിരുന്നു? ഞാൻ മുംബൈയിലായിരുന്നു. മുംബൈയിൽ അവിടെയാണ് സെറ്റ്. അപ്പൊ അവിടെയാണ് ഷൂട്ട് ഇപ്പൊ നടക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടി കാണിക്കും, ആൾക്കാരെ ഞെട്ടിക്കട്ടെ. ആരുടെയൊക്കെ കൂടെയാണ്? ചെറിയ കാര്യമല്ല യുമ്ന. കേരളത്തിലെ ഒരു ചെറിയ സ്റ്റുഡിയോയിൽ നിന്ന് യുമ്ന ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു? യുമ്നയുടെ ആ വിജയത്തിന്റെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, ആൾക്കാരെ കേൾക്കട്ടെ. എവിടേക്ക് എത്തിപ്പെട്ടു, എങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി? വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണോ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. ഇതില് 100% പാപ്പാക്കാണ്. ഇപ്പാണ് എന്നെ ഇത്രയും സപ്പോർട്ട്. ഇതിന്റെ 100% ക്രെഡിറ്റും ഉപ്പയ്ക്കാണെന്ന്. അതല്ലേ ഉപ്പയോട്, അല്ലെങ്കിൽ ഉപ്പയോട് ഉപേക്ഷിച്ചിട്ട് വല്ല തിരിച്ചുകൊണ്ട് പോകില്ല. അതാണ്. അല്ല, കാരണം പാട്ട് പഠിക്കാനും ഞാനിവിടെ വരെ എത്തിയതിന് എൻ്റെ ഉപ്പൻ്റെ കാരണമാണ്. ഉപ്പൻ്റെ പള്ളി ഞാന് പൂജയാണ്. ഓ, ഇതൊക്കെ ഉപ്പ പറഞ്ഞു തന്നത്? അല്ല, പിന്നെ എങ്ങനെയത്? ഉപ്പയില്ലെങ്കിൽ യുമ്ന പൂജ്യമാണെന്നാ പറയുന്നത്. പക്ഷെ ഈ ഉപ്പയുടെ സഹായം ഇല്ലാതെ ഈ ഉമ്മയാണ് യഥാർത്ഥത്തില് ഈ യുമ്നേനെ യഥാർത്ഥത്തിൽ പട്ടർമാല ഇതിലേക്ക് കൊണ്ടുവരികയും പാടിപ്പിക്കുകയും ചെയ്തിരുന്നത് അല്ലേ? അല്ല, ഉമ്മക്ക് പാട്ട് പോലും അറിയില്ല. ഉമ്മ പാട്ടിന്റെ ശത്രുവാണോ? അല്ല, ഉമ്മ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ പാട്ട് ഉപ്പയ്ക്കാണ് അറിയാന്ന് വെച്ചാൽ ഉപ്പ പാടും. ഉപ്പ പാടുവോ? ഏത് നല്ല പോലെ പാടുവോ? നല്ല പോലെ പാടും. കൊടുക്ക് മൈക്ക്, കൊടുക്കവേ മൈക്ക്. പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് പിള്ളേര് പണി കൊടുക്കുന്നത്. ഓക്കെ. മുഹമ്മദ് പാട്ടാണ് ഈ യുമ്നയിലേക്ക് വന്നിരിക്കുന്നത്. ആ പാട്ട് യുമ്നയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഉമ്മച്ചി പല മടങ്ങും ശ്രമിച്ചു നോക്കി, പക്ഷെ വന്നുപോയി. ഈ പെണ്ണ് പാട്ടും പാടി നടന്നാ മതിയോ, പഠിക്കണ്ടേ എന്നൊക്കെ ഉമ്മച്ചി ചോദിച്ചോ? ഇല്ല, ഉമ്മക്ക് പഠിപ്പില് ഒരു ടെൻഷനും ഇല്ല. ഉമ്മക്ക് പഠിപ്പിൽ ഒരു ടെൻഷനും ഇല്ല. ഈ കുട്ടി പരീക്ഷയ്ക്ക് പാസ്സാകുവോ, ഇങ്ങനെ പോയാൽ എന്താണ് സ്ഥിതി എന്നൊന്നും ഉമ്മച്ചി പറയാറില്ല. ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റാ. ക്ലാസ്സിൽ ഫസ്റ്റ്? ക്ലാസ്സിൽ പോകാറില്ല. ഇങ്ങനെ ഫസ്റ്റ് അല്ല, ഉമ്മ പഠിപ്പിച്ചു. ഉമ്മ പഠിപ്പിച്ചു തരും. ഉമ്മ B.Ed കഴിഞ്ഞതാണ്. ആണോ? ഉമ്മ B.Ed കഴിഞ്ഞാണ്. ഉമ്മ ജോലിക്ക് പോകുന്നുണ്ടോ? ജോലിക്ക് പോകുന്നില്ല. ജോലി അതെന്താ ഉമ്മനെ വാപ്പ ജോലിക്ക് വിടായിരുന്നു? ഉപ്പക്ക് ആ സമയത്ത് ഇഷ്ടമില്ലായിരുന്നു. ഉപ്പക്ക് ഉമ്മ ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല. അതാണ് കണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്.